അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയ കീഴ്പള്ളി CHCയിൽ ഡയാലിസിസ് യൂണിറ്റിന് അനുമതി നൽകണമെന്ന് ഇരിട്ടി താലൂക്ക് വികസന സമിതി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അനുമതിയോടെ 2020 മുതൽ ഘട്ടം ഘട്ടമായി ഡയാലിസിസ് യൂണിറ്റിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. താലൂക്ക് ആശുപത്രിയിലും അതിനു മുകളിലുള്ള ആശുപത്രിയിലും മാത്രമേ ഡയാലിസിസ് അനുവദിക്കാവൂ എന്ന ആരോഗ്യവകുപ്പിന്റെ പുതിയ ഉത്തരവാണ് പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. യൂണിറ്റിനായി പ്ലാൻ ഫണ്ടിൽ നിന്നും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് 96 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ പണം എന്തിനു ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ലെന്നും യൂണിറ്റ് യാഥാർത്ഥ്യമാക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സമ്മർദ്ദം ചെലുത്തണമെന്നും പ്രശ്നം സഭയിൽ ഉന്നയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ പറഞ്ഞു. പ്രശ്നത്തിൽ മന്ത്രിതലത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും പക്ഷേ തീരുമാനമായിട്ടില്ലെന്നും യോഗത്തിന് അധ്യക്ഷത വഹിച്ച സണ്ണി ജോസഫ് MLA പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കാണാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഉണ്ടാകണമെന്ന് MLA അഭ്യർത്ഥിച്ചു. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ 15 തസ്തികകളിൽ 7 തസ്തികയിൽ മാത്രമാണ് ഡോക്ടർമാർ ഉള്ളതെന്നും ഒരു ഡോക്ടർ അവധിയിൽ പോയാൽ താലൂക്ക് ആശുപത്രി 24 മണിക്കൂർ പ്രവർത്തിപ്പിക്കുക അസാധ്യമാണെന്നും താലൂക്ക് സൂപ്രണ്ട് യോഗത്തെ അറിയിച്ചു. ഇരിട്ടി പേരാവൂർ റോഡിന്റെ ഉപരിതലം പുതുക്കിയതിനു ശേഷം റോഡിന്റെ ഇരുവശങ്ങളിലും രൂപം കൊണ്ട വലിയ കുഴികൾ കാരണം നിരന്തരമായി ഉണ്ടാവുന്ന അപകടങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കുഴികൾ നികത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. നേരംപോക്ക് എടക്കാനം റോഡിന്റെ നവീകരണം വൈകുന്നത് പ്രതിനിധികൾ യോഗത്തിൽ ആശങ്ക പങ്കുവച്ചു. നഗരസഭ 24 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ടിൽ നിന്ന് MLA മുഖാന്തരം 45 ലക്ഷം രൂപയും അനുവദിച്ചിട്ട് മാസങ്ങളായെങ്കിലും നിർമ്മാണം വൈകുന്നതായും അറിയിച്ചു. ഈ കാര്യത്തിൽ സത്വര നടപടികൾ ഉണ്ടാകണമെന്ന് യോഗം നിർദ്ദേശിച്ചു. മാടത്തിൽ കീഴ്പള്ളി റോഡും ഇരിട്ടി ഉളിക്കൽ മാട്ര റോഡും താലൂക്ക് ആസ്ഥാനത്തേക്കുള്ള പ്രധാന റോഡെന്ന പരിഗണന ലഭിക്കുന്നില്ലെന്ന് യോഗത്തിൽ പറഞ്ഞു. റോഡിന്റെ നവീകരണം ലക്ഷ്യമാക്കി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനവും ബജറ്റ് നിർദ്ദേശ റിപ്പോർട്ടും സമർപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് MLA പറഞ്ഞു. ഇരിക്കൂർ MLAയുടെ സഹായത്തോടെയാണ് റോഡിന്റെ നവീകരണത്തിനായി ഇടപെടലുകൾ നടത്തിയത്. 400 kV ലൈൻ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് കണക്കെടുപ്പ് ഉടൻ പരിഹരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ഇരിട്ടി തഹസിൽദാർ CV പ്രകാശൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇബ്രാഹിം മുണ്ടേരി, തോമസ് വർഗീസ്, ജോർജ് തയ്യിൽ, വിപിൻ തോമസ്, ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ആശുപത്രിയുടെ താഴെയുള്ള ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റ് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. എൻ്റെ അടുത്ത് മിനിസ്റ്റർ പറഞ്ഞത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. കാരണം ഡയാലിസിസ് യൂണിറ്റ് വെക്കാന്ന് പറയുമ്പോൾ അവിടെ ഡോക്ടർ വേണ്ടേ, അതിന് സ്റ്റാഫ് വേണ്ടേ. അപ്പൊ ഇപ്പൊ വേലായുധൻ ഇത്രയും കരഞ്ഞു പറഞ്ഞ പശ്ചാത്തലത്തിൽ താലൂക്ക് സഭയിൽ പ്രമേയ പാസ്സാക്കുക, ഒന്ന് അത് അയച്ചു കൊടുക്കുക. വെറുതെ പ്രമേയ പാസ്സായി കടലാസ് കൊടുത്താൽ പോരാ, മിനിസ്റ്റർക്ക് അയച്ചു കൊടുക്കുക. ഞാൻ തിരുവനന്തപുരത്ത് വരുന്ന ദിവസം നിങ്ങൾ കുറച്ച് പേരും കൂടെ വന്ന, വേലായുധൻ ഒറ്റയ്ക്കല്ല, അതിൽ നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളും കൂടി എൻ്റെ അടുത്ത് വന്നാൽ നമുക്ക് മിനിസ്റ്ററെ കണ്ടൊന്നും കൂടി ഫൈനലായിട്ട് സംസാരിക്കാം. നിങ്ങൾ CM-നെ കാണുന്നത് നല്ല കാര്യം. സ്പെഷ്യൽ കേസായിട്ട് നന്നായിട്ട് പെറ്റീഷൻ തയ്യാറാക്കി മുഖ്യമന്ത്രിയെ കണ്ടിട്ടും നമുക്ക് ഈ താലൂക്ക് സഭയുടെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഏത് കത്ത് തരുന്നതിനും ഇക്കാര്യത്തിന് കാണാൻ പോകുന്നതിന് ഞാൻ റെഡിയാണ്. ഹലോ, ആ മുസുകയാണ്. ആ അംസുക, ഞാനേ പെരേ താമസം എടുത്തില്ലേ, അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരയിലുള്ള ടൈൽസും സാനിറ്ററീസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരിട്ടിയുള്ള ഡ്രീംസ് സെറാമിക്കില്ലേ ആടെ വന്നിക്കുക. ആ അത് എടുത്തോണ്ടിരിക്കാണ്. നിങ്ങൾ പിന്നെ വിളിക്കുന്നാല് കേട്ടോ. പെരേ താമസത്തിന് വരണേ. ആ ശരി. ഈ ടൈൽസിന്റെ മുന്തിയ ഇനങ്ങളുണ്ടല്ലോ, അത് ഈ ഡ്രീം സെറാമിക്സിൽ റെഡിയാ മോളെ. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സൊമാനി, AGL, LV, റോൾസ തുടങ്ങിയ 20ഓളം ബ്രാൻഡഡ് കമ്പനിയുടെ പ്രോഡക്ട്സ് ഇവിടെ. പിന്നെ സാധാരണക്കാരന്റെ പോക്കറ്റിന് പറ്റിയ കളക്ഷൻസ് അവിടെ ഉള്ളതുണ്ടോ? അതുകൊണ്ടല്ല ഇപ്പൊ എല്ലാരും ഇങ്ങോട്ടെന്നെ വരുന്നത്. വിലക്കുറവാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതാണ് ഡ്രീംസ് സെറാമിക്. നിങ്ങളെ സ്വപ്ന ഭവനത്തിന് ആവശ്യമായ എല്ലാ തരം ടൈൽസും ഡ്രീം സെറാമിക്സിൽ റെഡിയാണ്. അത് മാത്രമല്ല കേട്ടോ, പെയിന്റുകളുടെ ഡിഫറെന്റ് കളക്ഷൻസും ഈ ഡ്രീം സെറാമിക്കിലുണ്ട്. അതായിരിക്കും പറഞ്ഞു കൊടുക്കോളെ. ബെർജർ, ഇൻഡിഗോ, MRF, കെർബലെക്സ് എന്നിങ്ങനെ എല്ലാ പെയിന്റുകളും ഇവിടെ ഉണ്ട്. നമ്മളെ പുതിയ പെരയിലേക്കുള്ള എല്ലാ ടൈൽസും നമ്മൾ ഡ്രീം സെറാമിക്സിന്റെ അടുത്ത് കിട്ടും. നിങ്ങളും വേ പോരിട്ടോ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391.
നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനെറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.